ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഭൂരിപക്ഷ ഞാൻ പറയാം, ഇവിടെ ഭൂരിപക്ഷ ഇലക്ഷനിൽ തെരഞ്ഞെടുത്ത ആളുകളെയാണ് വോട്ടർ ലിസ്റ്റിലുണ്ട്. അത് അംഗീകരിക്കുന്നില്ല. അവർ വിരന് ഒപ്പിട്ട സാധനമാണ്, അംഗീകരിക്കുന്നില്ല. ഞങ്ങൾക്കറിയാം ടോട്ടലി 41 അംഗങ്ങൾ, അത് 21 പേര് ഞങ്ങളാണ്. ഞങ്ങൾ വോട്ട് വ്യക്തമായി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇലക്ഷൻ നടക്കുമ്പോൾ വേറെ ടീച്ചേഴ്സ് വരിക, വന്ന് മാറ്റിയിട്ട് പോവാ. പേപ്പർ പുറത്തു കൊണ്ടുവന്നോ? ആ പേപ്പർ ചെയ്തത് ഞങ്ങളല്ല, ഞങ്ങൾ ചെയ്ത ബാലറ്റല്ല. നഗരസഭയുടെ ADSന്റെ ഇലക്ഷനാണ് നടക്കുന്നത്. ഈ ഇലക്ഷനിൽ റിട്ടേണിംഗ് ഓഫീസർ സ്വന്തം ഇഷ്ടപ്രകാരം രാഷ്ട്രീയമായിട്ട് അത് ബേസിക്കായിട്ട് രാഷ്ട്രീയം കളിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. നമ്മളെ 2-3 വാർഡുകളിൽ റിട്ടേണിംഗ് ഓഫീസർ തന്നെ നേരിട്ട് പാനൽ വാങ്ങിച്ച് അവരെ മാത്രം ഒപ്പിടിച്ച് ബാക്കിയുള്ള കുടുംബശ്രീക്കാരെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് കുട്ടികളുള്ള ആളുകളും ചെറിയ കൊച്ചുങ്ങളെയും മറ്റുമൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് ഇരുന്നിട്ട് 2 മണിക്കൂറോളം അതിനകത്ത് ഇരുന്നിട്ട് അവരെ പിന്നീട് അവരെ ഒപ്പിടാനോ ഒന്നും സമ്മതിക്കാതെ പുറത്ത് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഈ CDS ഇലക്ഷനെ മാറ്റിയ ഈ റിട്ടേണിംഗ് ഓഫീസറെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിൽ നല്ല പ്രതിഷേധമുണ്ട്. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് കൗൺസിൽ അംഗം എന്ന നിലയിൽ നല്ല പ്രതിഷേധമുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് കലക്ടർ ഇടപെട്ട് ഈ വരുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ള ഇലക്ഷനെങ്കിലും കലക്ടർ ഇടപെട്ട് അത് കൃത്യമായി ലെവലിൽ അത് നടപ്പിലാക്കാതെ ഈ കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നതനുസരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു അപേക്ഷയാണ്.